അപ്രിഷിയേറ്റ് ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ അവർക്കെല്ലാം ഒരു ബിഗ് താങ്ക്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുക്കിംഗ് വ്ളോഗാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡെസേർട്ടാണ്. ഒരു ബിസ്ക്കറ്റ് പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോകാം. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വിപ്പിംഗ് ക്രീം 2.5 കപ്സ് വേണം. ഒരു ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് വേണം. വനില എസൻസ്, കൊക്കോ പൗഡർ, കോഫി പൗഡർ, ആവശ്യത്തിനുള്ള ബിസ്ക്കറ്റ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ്. ആദ്യം നമുക്കിവിടെ കുറച്ച് കോഫി ഉണ്ടാക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 1.5 കപ്പ് വെള്ളമാണ്. അപ്പോൾ നമുക്ക് കോഫി പൗഡർ ഇടാം. ഞാനൊരു 1.5 ടീസ്പൂൺ കോഫി പൗഡറാണ് ആഡ് ചെയ്തത്. ഇനി ഇത് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ കോഫി ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതിൽ ഷുഗറൊന്നും ഇടേണ്ട ആവശ്യമില്ല. ആ സമയം കൂടെ നമ്മുടെ വിപ്പിംഗ് ക്രീം ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ക്രീം നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ വനില എസൻസ് ആഡ് ചെയ്യാം. ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ക്രീം ഇപ്പം നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു ബൗൾ എടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം. അപ്പം നമ്മുടെ ഈ ഒരു പുഡിങ് 3 ലെയേഴ്സ് ആക്കിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ലെയർ ക്രീം ഇട്ട് കൊടുക്കും. അപ്പം നമുക്ക് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച കോഫി ഓരോ ബിസ്ക്കറ്റും ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ലെയർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ സെക്കൻഡ് ലെയറും കൂടി സെറ്റാക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള ക്രീമിൽ ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൊക്കോ പൗഡർ നമുക്കൊരു 1/2 ടീസ്പൂണും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്ത് വെച്ച കൊക്കോ മിക്സും കൂടി നമുക്കൊരു ലെയറാക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ 3 ലെയേഴ്സും സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇത് കൊക്കോ പൗഡറാണ്. ഇതിനെ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൊക്കോ പൗഡർ സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചോക്ലേറ്റ് കേൾസ് നമുക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. തണുക്കാൻ വേണ്ടി ഒരു 2 hours ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ്. അപ്പോൾ 2 hours കഴിഞ്ഞു. ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറൊരു ഗ്ലാസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? വാവ്, ടേസ്റ്റി, റിയലി ക്രീമി ആൻഡ് യമ്മി. അടിപൊളി. ഇതിന്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും
ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ എനിക്കുണ്ടാക്കാൻ പറ്റിയില്ലേ, അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം, ടേസ്റ്റ് ചെയ്ത് നോക്കണം. കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ അടിയിലിടണം. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ ബൈ.